ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് വേണ്ടി നാളെ നമ്മുടെ മരണാനന്തരം പ്രാർത്ഥിക്കാൻ ആത്മാർത്ഥതയുള്ള ഒരു സമൂഹത്തെ സജ്ജമാക്കുക എന്ന സൽക്കർമ്മത്തിന്റെ നിർമ്മാണത്തിലാണ് നമ്മുടെ ചർച്ച നിൽക്കുന്നത്. അതിന്റെ ഭാഗമായി അള്ളാഹുവിന്റെ ഖുർആനും പരിശുദ്ധ ഹദീസും നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ മരണപ്പെട്ടാൽ നമ്മെക്കുറിച്ച് നാട്ടുകാർ, നമ്മൾ ഇടപഴകിയോടുത്ത ജനങ്ങൾ നമ്മെക്കുറിച്ച് നല്ലത് പറയുന്ന ഒരു അവസ്ഥ നമ്മൾ ഇവിടെ സംവിധാനിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് പരലോകത്തേക്ക് അതുകൊണ്ട് നമ്മുടെ ജീവിതം കൊണ്ട് നേട്ടമുള്ളൂ. മഹാന്മാരായ അള്ളാഹുവിന്റെ അമ്പിയാക്കൾ പോലും ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നതോടൊപ്പം നിരന്തരം പ്രാർത്ഥിച്ചതായും അവരുടെ ജീവിതത്തിൽ അള്ളാഹു ആ ഭാഗ്യം നൽകിയതായും നമുക്ക് ഹദീസിലും ഖുർആനിലും ഒക്കെ കാണാൻ കഴിയും. ഇന്നലെ ധാരാളം ആയത്തുകൾ സംബന്ധമായി നമ്മൾ സംസാരിച്ചതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മൾ മരിച്ചാൽ അതൊരു നല്ല മനുഷ്യനായിരുന്നു മരിച്ചത് എന്ന് ജനങ്ങൾ പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ വ്യക്തിത്വത്തെ അള്ളാഹു ഉയർത്തി തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജനങ്ങൾ നല്ലത് പറഞ്ഞാലുള്ള നേട്ടം എന്താണ്? ധാരാളം സംഭവങ്ങളുണ്ട്. ഒരു ഹദീസ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഉദ്ധരിക്കാം. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, താബിഈങ്ങളിൽ പ്രമുഖനും പ്രധാനിയും അതോടൊപ്പം പ്രായമുള്ള ആളുമാണ് മഹാനായ അസ്വദ് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറയാണ്, ഞാൻ മദീനയിലേക്ക് ഒരിക്കൽ പോവുകയുണ്ടായി. സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം. ഞാൻ അങ്ങനെ മദീനയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വഖദ് വഖഅ ബിഹാ മറദുൻ വഹും യമൂതൂന മൗതൻ ദരീഅ. മദീനയിൽ അന്നൊരു പകർച്ചവ്യാധിയുണ്ട്. ജനങ്ങൾ പെട്ടെന്ന് മരിച്ചു പോകുന്ന ഒരവസ്ഥ, വല്ലാത്തൊരവസ്ഥ. പകർച്ചവ്യാധിയാണ്. മദീനക്കാരിൽ ഈ പകർച്ചവ്യാധി കൊണ്ട് ധാരാളം ആളുകൾ പെട്ടെന്ന് മരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ വന്നപ്പോൾ ഈ വാർത്ത കേട്ട്, ഞാൻ മദീനയിലുണ്ടല്ലോ, പകർച്ചവ്യാധി എന്ന അർത്ഥമില്ല, ഇത് പെട്ടെന്ന് ജനങ്ങൾ മരിക്കുന്ന ഒരു സന്ദർഭം എന്നാണ് ഇതിനർത്ഥം. ആ സമയത്ത് രോഗം എല്ലാവരിലുമുണ്ട്. അങ്ങനെ മഹാനവറുകൾ പറയാണ്, ഞാൻ സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധാനത്തിലേക്ക് എത്തി. അവിടെ ചെന്ന് കുറച്ചേരം ഇരിക്കാം, തങ്ങളുമായി സംസാരിക്കാം എന്നൊക്കെ കരുതി. ഒരു മഹാനായ സ്വഹാബിയല്ലേ. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഞാൻ എത്തി. ആ സമയത്ത് മുറത്ത് ജനാസത്തുൻ ഫഉസ്നിയ ഖൈറൻ, ഒരു ജനാസ അതിലൂടെ കൊണ്ടുപോകപ്പെട്ടു. ആ ജനാസ പോയപ്പോൾ ജനാസയെ നോക്കിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ടായിരുന്ന ആളുകള് നല്ല സ്തുതിച്ചുള്ള വർത്താനം പറഞ്ഞു. എന്തൊരു നല്ല മനുഷ്യന്റെ ജനാസയാണ് പോകുന്നത്. ആ മനുഷ്യന്റെ ജനാസയെ കുറിച്ച്, ആ മനുഷ്യന്റെ വ്യക്തിത്വത്തെ കുറിച്ച് കൂടെയുള്ള ആളുകൾ പ്രകീർത്തിച്ച് പറയുന്നത് സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ടു. സയ്യിദനാ ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോ പറഞ്ഞു, വജബത്ത്, നിർബന്ധമായി കഴിഞ്ഞു എന്ന്. വജബത്ത് എന്നൊരു പ്രയോഗം. കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു ജനാസ കൊണ്ടുപോകപ്പെട്ടു. അപ്പോഴും ജനങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫൂസിനിയ ഖൈറ, ആ കൊണ്ടുപോകപ്പെടുന്ന ജനാസയെ കുറിച്ച് നല്ലത് പറഞ്ഞു. അപ്പോഴും സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വജബത്ത്, നിർബന്ധമായി. രണ്ട് ജനാസ പോയപ്പോഴും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളുടെ പ്രതികരണത്തിന്റെ പ്രതിവചനമായി, എങ്ങനെ ജനങ്ങൾ നല്ലതാണല്ലോ പറഞ്ഞത്, അപ്പൊ ആ മഹാനും പറഞ്ഞു നിർബന്ധമായി. അപ്പോഴാണ് മൂന്നാമത്തെ ജനാസ കൊണ്ടുപോകപ്പെടുന്നത്. അപ്പോൾ ജനങ്ങൾക്കൊക്കെ ഒരു ഇഷ്ടക്കുറവ് അയാളോട്. ആ ജനാസയെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമില്ല, മോശമായ അഭിപ്രായമാണ് ജനങ്ങൾ ആ ജനാസയെ പറ്റി പറയുന്നത്. അപ്പോഴും ഉമർ ഇബ്നുൽ ഖത്താബ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെയും പറഞ്ഞു, വജബത്ത്, നിർബന്ധമായി. അപ്പൊ ചോദിക്കാൻ ഒരു അവസരമായി. കാരണം ആദ്യം പോയ രണ്ട് നല്ല ജനാസയ്ക്ക് പറഞ്ഞ പോലെ തന്നെയാണ് മൂന്നാമത്തെ മോശമായ ജനാസയ്ക്കും പറഞ്ഞത്. മൂന്ന് ജനാസയ്ക്കും ഒരുപോലെ തന്നെ വജബത്ത്, നിർബന്ധമായി എന്ന അർത്ഥമുള്ള പ്രയോഗം തന്നെ പറഞ്ഞിട്ടുള്ളത്. സ്വഹാബികളെല്ലാവരുമുണ്ട്, ആരും ചോദിക്കുന്നില്ല. മഹാനായ താബിഈങ്ങളിൽ പ്രമുഖനായ സന്ദർശകനായ അസ്വദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖുൽതു, ഞാൻ ചോദിച്ചു, വമാ വജബത്ത് യാ അമീറുൽ മുഅ്മിനീൻ, അല്ല മൂന്ന് ജനാസയ്ക്കും അങ്ങ് ഒരുപോലെ വജബത്ത് എന്ന് പറഞ്ഞു. എന്താ ഈ നിർബന്ധമായത്? എന്താണ് നിർബന്ധമായത്?
ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഖുൽതു കമാ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനൊരു മറുപടിയുണ്ട്. ഹബീബായ നബി തങ്ങൾ ഇതേ സന്ദർഭം മുന്നൊരിക്കൽ ഉണ്ടായപ്പോൾ അന്ന് പ്രതികരിച്ചതുപോലെ ഞാനും നിന്നോട് പ്രതികരിക്കട്ടെ അസ്വദേ. ഉമർ ഇബ്നുൽ ഖത്താബ് പറയാ റളിയല്ലാഹു അൻഹു, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതുപോലത്തെ മുമ്പൊരു അവസരം ഉണ്ടായപ്പോ അന്ന് ഇതുപോലെ വജബത്ത് വജബത്ത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. അന്ന് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ചോദിച്ചപ്പോ അവിടുന്ന് അന്ന് പറഞ്ഞ മറുപടി ഇന്ന് ഞാൻ നിന്നോട് പറയട്ടെ. അതുപോലത്തെ തന്നെ സന്ദർഭമല്ലേ. അന്ന് എന്താ നബി പറഞ്ഞെന്നറിയോ? അയ്യുമാ മുസ്ലിമിൻ ഷഹിദ ലഹു അർബഅത്തും ബിഖൈരിൻ അദ്ഖലഹുല്ലാഹുൽ ജന്നാഹ്. ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മുസ്ലിമായ മനുഷ്യന് നന്മ കൊണ്ട് നാല് പേർ അയാളുടെ നന്മ പറഞ്ഞുകൊണ്ട് അയാൾക്ക് നല്ലതുകൊണ്ട് സാക്ഷിയാണ് എങ്കിൽ അള്ളാഹു ആ മനുഷ്യനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. 4 ആള് നല്ലത് പറഞ്ഞാൽ മതി. അപ്പോൾ അന്ന് 4 പേരെന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ. ആ സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാണ്, ഞങ്ങൾ പലരും ചോദിക്കാൻ തുടങ്ങി, വസലാസത്തുൻ നബിയെ, മരിച്ചുപോയ മുസ്ലിമിനെ കുറിച്ച് 4 പേർക്ക് നല്ല അഭിപ്രായമില്ല, 3 പേരാണ് നല്ല അഭിപ്രായം പറഞ്ഞതെങ്കിലോ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, വസലാസത്തുൻ, അതെ 3 പേര് നല്ലത് പറഞ്ഞാലും അയാൾക്ക് സ്വർഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പലരും ആണ് അങ്ങനെ ചോദിച്ചത്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാ, ഖുൽതു വസ്നാനി, ഞാൻ ചോദിച്ചത് നബിയെ 3 പേരുമില്ല 2 പേരാണെങ്കിലോ? 2 പേര് നല്ലത് പറഞ്ഞാലോ എന്നത് ചോദിക്കാൻ ആർക്കും ധൈര്യമില്ല. ഞാൻ ചോദിച്ചു, നബിയെ മരിച്ച ആളെ പറ്റി 2 ആൾക്കാണ് നല്ല അഭിപ്രായമുള്ളതെങ്കിൽ ആ 2 പേരുടെ അഭിപ്രായം അള്ളാഹു പരിഗണിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, വസനാനി, 2 പേരും പര്യാപ്തമാണ്. സുമ്മലം നസ്അലുഹു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാ, അന്ന് പിന്നെ നബിയോടെ ഞങ്ങൾ പിന്നെ ചോദിച്ചില്ല അനിൽ വാഹിദി, മരിച്ച ആളെ പറ്റി ഒരാളെങ്കിലും നല്ലത് പറയാനുണ്ടെങ്കിലോ എന്ന് ചോദിച്ചില്ല. കാരണമുണ്ട്. ഉമർ തങ്ങൾ പറയാ, അങ്ങനെ ഞാൻ ചോദിക്കാതിരുന്നത് കാരണം തന്നെ കുറിച്ച് നല്ലത് പറയാൻ ആളുകളുടെ എണ്ണം കുറവാണെന്ന് നബി മനസ്സിലാക്കുന്നത് നാണിച്ചുപോയി. ഫത്ഹുൽ ബാരിയിൽ അങ്ങനെ അതിന്റെ വിശദീകരണം കാണാം. തന്നെ കുറിച്ച് നല്ലത് പറയാൻ ആളെണ്ണം കുറവാണെന്ന് നബി തങ്ങൾ മനസ്സിലാക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവിടുന്ന് മനസ്സിലാക്കുന്നതിൽ നാണിച്ചതിന്റെ പേരിൽ ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചില്ല എന്നാണ് അതിനർത്ഥം. ഫത്ഹുൽ ബാരിയിൽ ഈ ആശയം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ നല്ലത് പറയാൻ ആളുകളെ നമ്മൾ തയ്യാറാക്കി വെക്കണം എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്ത് ഏൽപ്പിക്കണം എന്നല്ല അതിനർത്ഥം. ജനങ്ങൾ സ്വമേധയാ പറയണം. അങ്ങനെ പ്രകീർത്തിക്കുന്നിടത്തേക്ക് നമ്മുടെ വ്യക്തിത്വം എത്തണം. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, ഫീഹി ഈമാഉൻ ലിൽ ഇക്തിഫാഇ ബിത്തസ്കിയതി ബിവാഹിദിൻ, ഒരാൾ പറഞ്ഞാലും ഉപകാരം തന്നെയാണ്. മരിച്ചവരെ പറ്റി നല്ലത് പറയാൻ നമ്മുടെ നാവിന് കഴിയണം. മരിച്ചാൽ നമ്മെ കുറിച്ച് നല്ലത് പറയാൻ ജനങ്ങൾ ഉണ്ടാവണം. ഈ അവസ്ഥ നമുക്കുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ രക്ഷപ്പെട്ടു. ഫത്ഹുൽ ബാരിയിൽ ഇതിന്റെ വ്യാഖ്യാനം നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ എന്താ ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചവരെ പറ്റി ജനങ്ങൾ നല്ലത് പറഞ്ഞാൽ ഇത്ര വലിയ അംഗീകാരത്തിന്റെ കാരണം എന്താ? കാരണമുണ്ടല്ലോ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫത്ഹുൽ ബാരിയിലെ ഹദീസ് കാണാം, അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ലില്ലാഹി മലായികതൻ തൻതിഖു അലാ അൽസിനതി ബനി ആദമ ബിമാ ഫിൽ മർഇ മിനൽ ഖൈരി വശർ. മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അള്ളാഹുവിന് ഒരു വിഭാഗം മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ പ്രത്യേകത എന്തെന്നറിയുമോ? ആ മലക്കുകൾ മനുഷ്യന്മാര് സംസാരിക്കുന്ന ട്യൂണനുസരിച്ച് സംസാരിക്കും എന്ന് പറഞ്ഞാൽ ആ മലക്കുകളുടെ സംസാരം ഒരു അംഗീകാരമാണ് അള്ളാഹുവിന്റെ മുന്നിൽ. മനുഷ്യന്മാര് പറയുന്നത് പോലെ പറയുന്ന മലക്കുകളുണ്ട് അള്ളാഹുവിന്. അത് മരിച്ചുപോയ ആളെ കുറിച്ചുള്ള നന്മയുടെ കാര്യത്തിലും തിന്മയുടെ കാര്യത്തിലുമായിരിക്കുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചുപോയ ആളെ പറ്റി മനുഷ്യന്മാർക്ക് നല്ലതാണ് പറയാനുള്ളതെങ്കിൽ ഈ മലക്കുകൾ ഏറ്റു പറയും, പടച്ചോനെ ഈ മനുഷ്യൻ നല്ല മനുഷ്യനാണ് കേട്ടോ, ഇയാളെ പറ്റി ജനങ്ങൾക്ക് ഇങ്ങനെ അഭിപ്രായമുണ്ട്. അപ്പോൾ ആ മലക്ക് പറയുന്നതിന് അള്ളാഹു അംഗീകരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അപ്പൊ മഹാന്മാരായ മലക്കുകൾ ഏറ്റു പറയും ഈ നന്മയെ. അങ്ങനെ മലക്കുകൾ ഏറ്റു പറയുമ്പോഴാണ് നമുക്ക് ഇത് കൊണ്ട് ഗുണമുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ നമ്മെ പറ്റി ആദ്യം നല്ലത് പറയേണ്ടാരാ? നമ്മുടെ കൂടെ ജീവിച്ചവര്. മിക്കവാറും അവര് നല്ലത് പറയും. കാരണം നമ്മുടെ ആനുകൂല്യങ്ങൾ മുഴുവനും അവരാണ് വഹിച്ചത്.
നമ്മുടെ സ്നേഹം മുഴുവനും കിട്ടിയത് അവർക്ക്, അവര് നല്ലത് പറയും. അപ്പൊ ആ ഭാഗം റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മെ പറ്റി നല്ലത് പറയേണ്ടത് നമ്മുടെ അയൽവാസികളാണ്. അയൽവാസി നല്ലത് പറയണം, അത് വലിയൊരു കാര്യമാണ്. അയൽവാസി നല്ലത് പറയണം, അത് വലിയൊരു കാര്യമാണ്. അയൽവാസി നല്ലത് പറയണം. അയൽവാസിയുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ചെറിയ ബന്ധമൊന്നുമല്ല. അയൽവാസിയുടെ അംഗീകാരം അള്ളാഹുവിന്റെ അടുക്കൽ ഇരട്ടിയാണെന്നാണ് അതിനർത്ഥം. അയൽവാസിയെ കൊണ്ട് നല്ലത് പറയിക്കാൻ കഴിയണം. അയൽവാസി നല്ലത് പറഞ്ഞാൽ, കണ്ടോ ഒരു ഹദീസ് ഫത്തുൽ ബാരി തന്നെ കാണാം. അനസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുസ്ലിമിൻ യമൂതു ഫയശ്ഹദു ലഹു അർബഅത്തും മിൻ ജീറാനിഹി അൽ അദ്നൈന അന്നഹും ലാ യഅലമൂന മിൻഹു ഇല്ലാ ഖൈറാ ഇല്ലാ ഖാല അല്ലാഹു തആല ഖദ് ഖബൽതു ഖൗലകും വഗഫർതു ലഹു മാ ലാ തഅലമൂൻ. അല്ലാഹുവേ, നമ്മുടെ അയൽവാസികളൊക്കെ നമ്മെ പറ്റി നല്ലത് പറയണം. അയൽവാസി മതഭേദമന്യേ നമുക്ക് വേണ്ട ഒരു വലിയ ബന്ധമാണ്. അയൽവാസികളോടുള്ള ബന്ധങ്ങൾ 3 നിലക്കാണ്. നിന്റെ അയൽവക്കത്തുള്ളവൻ ഒരു അമുസ്ലിമായ സഹോദരനാണെങ്കിൽ നിനക്ക് അവനോട് ഒരു വലിയ കടപ്പാടുണ്ടെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ അയൽവക്കത്തുള്ളത് ഒരു മുസ്ലിമായ സഹോദരനാണെങ്കിൽ അവനോട് നിനക്ക് 2 വലിയ കടപ്പാടുണ്ടെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 1 അയൽവാസി എന്ന കടപ്പാടും, 2 മുസ്ലിമാണ് എന്ന കടപ്പാടും. നിന്റെ അയൽവക്കത്തുള്ളവൻ ഒരു മുസ്ലിമായ നിന്റെ കൂടപ്പിറപ്പാണ് എങ്കിൽ അവനോട് നിനക്ക് വലിയ 3 കടപ്പാടുണ്ടെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. 1 നിന്റെ കുടുംബക്കാരൻ എന്ന കടപ്പാട്, 2 നിന്റെ അയൽവാസി എന്ന കടപ്പാട്, 3 ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടപ്പാട്. അപ്പൊ അത്രയും ഗൗരവമാണ്. അയൽവാസിയുടെ കാര്യത്തിൽ ഇങ്ങനെ പറയണ കേട്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു പോയി, ഞങ്ങൾ ആരെങ്കിലും മരിച്ചാൽ ഞങ്ങളുടെ അനന്തരാവകാശത്തിൽ അയൽവാസിക്ക് അവകാശം ഉണ്ടാകുമോ എന്നാണോ ഈ പറയുന്നതെന്ന് ഞങ്ങൾ വിചാരിച്ചു പോയി. സയ്യിദത്തുനാ ഉമ്മുനാ ആയിഷ റളിയല്ലാഹു അൻഹ. അത്രത്തോളം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയൽവാസിയെ അത്ര പ്രൊമോട്ട് ചെയ്താ സംസാരിച്ചിട്ടുള്ളത്. വലിയ ബന്ധമാണ് അയൽവാസികളുടെ ബന്ധം. അപ്പോൾ അയൽവാസിയുടെ അംഗീകാരം വലുത് തന്നെയാണ്. അയൽവാസികളുടെ അംഗീകാരം വലുതാണ്. ഫത്ഹുൽ ബാരിയിലെ ഹദീസ് കാണാം. മാ മിൻ മുസ്ലിമിൻ യമൂതു ഫയശ്ഹദു ലഹു അർബഅത്തും മിൻ ജീറാനിഹി അൽ അദ്നൈന. ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചു, അവന്റെ അയൽവക്കത്തെ ഏറ്റവും അടുത്ത 4 വീട്ടുകാർക്ക് അവനെ പറ്റി നല്ല അഭിപ്രായമുണ്ട്. 4 എന്ന് പറഞ്ഞത് ഒരു സംഖ്യ പറഞ്ഞു എന്നുള്ളൂ. 4 4 കൂടുതലാവാം. എന്തായാലും താഴേക്ക് കുറച്ചല്ല വേണ്ടത്, 4നേക്കാൾ കൂടുതൽ. ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചു, അവന്റെ ചുറ്റുവട്ടത്തുള്ള 4 അതിൽ കൂടുതലോ വീട്ടുകാർക്ക്, ഏറ്റവും അടുത്ത വീട്ടുകാർക്ക് അവനെ പറ്റി നല്ല അഭിപ്രായമാണ്. അന്നഹും ലാ യഅലമൂന മിൻഹു ഇല്ലാ ഖൈറ. അവർ പറയുന്നത് ഈ മനുഷ്യനിൽ നിന്നും, ഈ മരിച്ചുപോയ മനുഷ്യനിൽ നിന്നും നല്ലതല്ലാത്തതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. അത്ര നല്ല മനുഷ്യനായിരുന്നു. അങ്ങനെ 4 അയൽവാസികൾ പറയുന്നുവെങ്കിൽ ആ 4 അയൽവാസികളുടെ വർത്തമാനം പുറത്തേക്ക് വന്നാൽ ഉടൻ തന്നെ മലക്കുകളെ സാക്ഷിയാക്കി അല്ലാഹു പറയും, ഖാല അല്ലാഹു തആല ഖദ് ഖബൽതു ഖൗലകും വഗഫർതു ലഹു മാ ലാ തഅലമൂൻ. അയൽവാസികളെ, നിങ്ങൾ പറഞ്ഞത് ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു. നിങ്ങൾ അറിയാത്തതൊക്കെ അവന് ഞാൻ പുറത്തും കൊടുത്തു. അങ്ങനെയുണ്ട്. അയൽവാസികൾക്ക് അറിയില്ലല്ലോ ഈ മരിച്ച ആളുടെ തെറ്റുകുറ്റങ്ങളൊന്നും. നിങ്ങൾ പറഞ്ഞത് ഞാൻ സ്വീകരിച്ചു, നിങ്ങൾ അറിയാത്തത് ഇവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ പുറത്തും കൊടുത്തു. ഇങ്ങനെ അയൽവാസികളുടെ അംഗീകാരം അത് വല്ലാത്തൊരു അംഗീകാര. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സാധാരണ ഒരു നന്മ ചെയ്യുമ്പോൾ നന്മയ്ക്ക് ഇരട്ടിക്കൂലി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അത് ശരിയാണ്. നന്മ ചെയ്താൽ നന്മയ്ക്ക് ഇരട്ടിക്കൂലിയും തിന്മയ്ക്ക് തിന്മയുടേതായ ഒരു തെറ്റുമാണ് രേഖപ്പെടുത്തുക. അത് അള്ളാഹുവിന്റെ ഒരു ഔദാര്യവും ആനുകൂല്യവുമാണ്. ഒരു നന്മ ചെയ്താൽ നന്മയ്ക്ക് ഇരട്ടിക്കൂലി. ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്രയും ആവാം. തിന്മ ചെയ്താൽ തിന്മയ്ക്ക് ഒരേ ഒരു തെറ്റ് എന്ന് രേഖപ്പെടുത്തും. ഒരു സന്ദർഭത്തിൽ അങ്ങനെയല്ല. ഈ നന്മയ്ക്ക് ഇരട്ടിക്കൂലി എന്ന പോലെ തന്നെ തിന്മയ്ക്ക് ഇരട്ടി ശിക്ഷ, ഇരട്ടി തെറ്റുകളായി ഒരു തെറ്റിനെ അള്ളാഹു രേഖപ്പെടുത്താൻ മലക്കുകളെ ഏൽപ്പിച്ചിട്ടുള്ള ഒരേ ഒരു സന്ദർഭം അത് അയൽവക്ക ബന്ധത്തിന്റെ കാര്യത്തിലാണ്. ഹദീസിലുണ്ടല്ലോ, ഹദീസിൽ കാണാം, മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നന്മയ്ക്ക് ഇരട്ടിക്കൂലി കിട്ടുന്നതിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. അതായത്
അല്ലാഹു തആല ഒരു മനുഷ്യൻ ഫമൻ ഹമ്മ ബിഹസനത്തിൻ വലം യഅമൽഹ, ഒരാൾ ഒരു നന്മ ചെയ്യാൻ വിചാരിച്ചു നന്മ ചെയ്തില്ല എന്നാലും അള്ളാഹു അവന് ഒരു നന്മ രേഖപ്പെടുത്തും. കാരണം വിചാരിച്ചല്ലോ, ചെയ്തില്ല, വിചാരിച്ചതിനും ഒരു നന്മയായിട്ട് അള്ളാഹു രേഖപ്പെടുത്തും. വിചാരിച്ചാൽ മതി. ഇനി ഒരാൾ ഒരു നന്മ വിചാരിച്ചു എന്നിട്ട് ആ നന്മയെ അയാൾ ചെയ്താൽ അള്ളാഹു തആല അവന് 10 ഇരട്ടി കൂലിയാണ് മിനിമം നൽകുക. ആ ഒരു നന്മയ്ക്ക് 10 പ്രാവശ്യം ആ നന്മ ചെയ്ത കൂലിയാണ് കൊടുക്കുക. അത് സ്റ്റാർട്ടിംഗ് ആണ്. എവിടെ വരെ? ഇലാ 700 ളഅഫ്. പിന്നെ 10 തുടങ്ങിയപ്പോൾ അടുത്തത് 700 അടുത്ത സ്റ്റോപ്പ്. 700 ഇരട്ടി മുതൽ ഇലാ അൽആഫിൻ കസീറ, എത്രയോ അവാദ്യമായ ഇരട്ടികളിലേക്ക് അവന്റെ പ്രതിഫലത്തെ അള്ളാഹു കണക്ക് കൂട്ടി വെക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നന്മയുടെ രീതി അങ്ങനെയാണ്. ഇനി ഒരാൾ ഒരു തിന്മ ചെയ്യാൻ തീരുമാനിച്ച് തിന്മ ചെയ്തില്ലെങ്കിൽ തന്നെയും അള്ളാഹു തആല അവന്റെ അടുക്കല് ഒരു കൂലി രേഖപ്പെടുത്തും. തിന്മ ചെയ്യാൻ വിചാരിച്ചു തിന്മ ചെയ്തില്ലാട്ടോ, ചെയ്യാതിരുന്നതിന്റെ പേരിൽ നീ ഒരു തിന്മയെ അവഗണിച്ചവനാണല്ലോ. തിന്മയെ അവഗണിക്കുക എന്നത് ഒരു നന്മയാണ്. അള്ളാഹു അങ്ങനെ ഈ നന്മയുടെ കാര്യത്തിലൊക്കെ വല്ലാത്ത രീതിയാണ് പഠിച്ചുകൊണ്ട് നമുക്ക് അത്ഭുതപ്പെട്ടു പോകുന്ന വിധത്തിലുള്ള അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഇടപെടലാണ്. ഇനി ഒരാളൊരു തിന്മ ചെയ്യാൻ തീരുമാനിച്ചു തിന്മ ചെയ്താൽ തന്നെയും ഒരു തെറ്റാണ് അവനെ കുറിച്ച് രേഖപ്പെടുത്തുകയുള്ളൂ. ഇത് നന്മയുടെയും തിന്മയുടെയും കാര്യത്തിൽ പൊതുവായി നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഹദീസ് ഇങ്ങനെയാണ്, സത്യമാണ്, വസ്തുതയാണ്. എന്നാൽ തിന്മയുടെ കാര്യത്തിൽ അള്ളാഹു തിന്മക്ക് തിന്മയെ കൊടുക്കൂ, തിന്മയ്ക്ക് ഒരു തെറ്റേ അള്ളാഹു രേഖപ്പെടുത്തൂ എന്ന് പറഞ്ഞില്ലേ. എന്നാൽ അത് അള്ളാഹു ഇരട്ടി തെറ്റുകളായി രേഖപ്പെടുത്തുന്ന ഒരു സന്ദർഭം, ഒരേ ഒരു സന്ദർഭം, അത് അയൽവാസിയുമായിട്ടുള്ള വിഷയത്തിലാണ്. കണ്ടോ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇമാം തബറാനിയുടെ മുഅ്ജമുൽ കബീറുൽ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഹബീബായ നബി തങ്ങൾ മഹാനായ മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു, സഅലഹും അനിസ് സിനാ, സ്വഹാബത്തെ വ്യഭിചാരത്തെ കുറിച്ച് നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തന്നേ. സ്വഹാബികൾ പറഞ്ഞു, നബിയെ ഹറാം, പച്ച ഹറാമാണ് വ്യഭിചാരം. ഹറമഹുല്ലാഹു വറസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലും ഹറാമാക്കിയിട്ടുള്ള പച്ച ഹറാമാണ് വ്യഭിചാരം. എന്നാൽ ഹബീബ് പറഞ്ഞു, ലഅൻ യസ്നിയ റജുലു ബിഅശ്രി നിസ്വതിൻ ഖൈറുൽ ലഹു മിൻ അൻ യസ്നിയ ബിംറഅതി ജാരിഹി, അയൽവക്കത്തെ പെണ്ണിനെ വ്യഭിചരിക്കുന്ന തെറ്റുണ്ടല്ലോ, അല്ലാത്ത വ്യഭിചാരത്തിന്റെ 10 ഇരട്ടിയാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അയൽവാസി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഹബീബായ നബി തങ്ങൾ പിന്നെ ചോദിച്ചു, അനിസ് സരിഖ, കളവിനെ കുറിച്ച് ഒന്ന് പറയേ സഹാബ. സ്വഹാബികൾ പറഞ്ഞു, ഹറാം ഹറമഹുല്ലാഹു വറസൂലുഹു, അല്ലാഹുവും അവന്റെ റസൂലും ഹറാമാക്കിയിട്ടുള്ള പ്രവർത്തനമാണ് കളവ് ചെയ്യല്. എന്നാൽ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലഅൻ യസ്രിഖ റജുലു മിൻ 10 അബിയാത്തിൻ ഐസറു അലൈഹി മിൻ അൻ യസ്രിഖ മിൻ ബൈതി ജാരിഹി, അയൽവാസിയുടേത് കക്കുക എന്നത് മറ്റ് കളവിന്റെ 10 ഇരട്ടി ശിക്ഷയിൽ നിൽക്കുന്ന ഒരു തെറ്റാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ഈ ഹദീസുകളെ താരതമ്യം ചെയ്ത് അവതരിപ്പിച്ചെന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ അയൽവക്ക ബന്ധങ്ങൾ എന്ന് പറയുന്നത് ചെറുതല്ല, അത് വലിയ വിലയുള്ളതാണ്. അയൽവക്ക ബന്ധങ്ങൾക്ക് വലിയ സ്ഥാനം അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തന്നു. അപ്പൊ അയൽവാസിയുടെ അംഗീകാരം വലിയ അംഗീകാരം തന്നെ. നന്മയിലും തിന്മയിലും അയൽവാസിക്ക് കൊടുത്ത കൂലി കൂടുതലാണല്ലോ. അയൽവാസിക്ക് കൊടുത്താൽ കൂലി കൂടുതലാണ്. ഫിത്ർ സക്കാത്ത് പോലും അയൽവാസിയെ പ്രതീക്ഷിച്ച് ഒരല്പം കാത്തു നിൽക്കാന്നാ. അയൽവക്കത്തെ ബന്ധം വല്ലാത്തൊരു ബന്ധം തന്നെയാണ്. അപ്പൊ അയൽവാസിയുടെ അംഗീകാരം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അംഗീകാരം തന്നെയാണ്. കാണാം അയൽവാസികളുടെ ആ ബന്ധത്തെ മഹാന്മാര് കാത്തു സൂക്ഷിച്ചത് എങ്ങനെയാ. മഹാനായ സഹ്ൽ റളിയല്ലാഹു അൻഹുവിന്റെ അയൽവാസി ഒരു മജൂസിയായിരുന്നു. മജൂസിയായ മനുഷ്യൻ അയാളുടെ വീട്ടിലെ അദ്ദേഹത്തിന്റെ ശൗചാലയത്തിന്റെ ടോയ്ലറ്റിന്റെ വേസ്റ്റ് പോകുന്ന പൈപ്പ് സഹ്ൽ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്ന് അത് പൊട്ടി ആ അതിർത്തിയിലൂടെ പാസ് ചെയ്യുന്നു. പക്ഷെ അത് പൊട്ടി ആ വൃത്തികെട്ട സാധനങ്ങൾ മുഴുവനും ഈ മഹാനുഭാവന്റെ മുറ്റത്തേക്ക് കടന്നു വരുന്നു.
മഹാനായ സഹൽ റളിയല്ലാഹു അൻഹു ആ ഭാഗത്തൊരു മറ വെച്ചു, മറ്റാരും കാണാതിരിക്കാൻ. ആ ഭാഗം ആരും ഇല്ലാത്ത ആളൊഴിഞ്ഞ നേരത്ത് മഹാനവറുകൾ വൃത്തിയാക്കി ശുദ്ധിയാക്കി തന്റെ അയൽവാസിയെ പോലും അത് അറിയിക്കാതെ ബുദ്ധിമുട്ടിക്കാതെ മഹാനവറുകൾ ആ സേവനം കൃത്യമായി ചെയ്തു പോയി. ഒരിക്കൽ മഹാനുഭാവന് രോഗം വന്ന് കിടപ്പായി. ഇനി തിരിച്ചു പോരില്ല എന്നൊരു തോന്നലൊക്കെ വന്നപ്പോ അയൽവക്കത്തെ മജൂസിയായ സഹോദരനെ വിളിച്ചു വരുത്തി. എന്നിട്ട് ചേർത്ത് നിർത്തിയിട്ട് കൂടെ ചുറ്റിലുമുള്ള ആളുകളെയൊക്കെ പറഞ്ഞയച്ചിട്ട് ഈ മജൂസിയായ അയൽവാസിയോട്, അയൽവാസി അറിഞ്ഞിട്ടില്ല അതിങ്ങനെയൊക്കെ സംഭവിച്ചെന്നുള്ളത്, മഹാനവറുകൾ സ്വകാര്യമായി പറഞ്ഞു, ഞാനാണ് എല്ലാ ദിവസവും ഇത് വൃത്തിയാക്കിയത്, എന്റെ മക്കൾ അറിഞ്ഞിട്ടില്ല, കാലം കുറെ വർഷങ്ങളായത്. ഇനി ഞാൻ ജീവിക്കുമോ എന്ന് എനിക്കറിയില്ല. ജീവിച്ചാൽ തന്നെ പഴയ ആരോഗ്യവും പഴയ രീതിയിലുള്ള ജീവിത രീതികളും എനിക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തങ്ങൾ ചെന്നുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. കാരണം മക്കൾ ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത പോലെ അഡ്ജസ്റ്റ് ചെയ്തെന്ന് വരില്ല, അവര് നിങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ നമ്മുടെ അയൽവക്കത്തെ ബന്ധം വല്ലാത്ത പ്രയാസത്തിലാവും. അതുകൊണ്ട് താങ്കൾ പോയി അത് വൃത്തിയാക്കാനും അതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇനിയെങ്കിലും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് സ്നേഹത്തോടുകൂടെ സഹൽ തങ്ങൾ പറയുമ്പോൾ മജൂസിയായ സഹോദരൻ മലർന്നു കിടക്കുന്ന സഹൽ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിലിരിക്കുന്ന വലത്തെ കയ്യങ്ങ് പിടിച്ചിട്ട് അതിൽ ചുംബനം കൊടുത്തു. എന്നിട്ട് ആ കയ്യങ്ങ് നിവർത്തി പിടിച്ചിട്ട് ആ കയ്യിലേക്ക് നോക്കി. ഏത് കയ്യാണിത്? തന്റെയും തന്റെ വീട്ടുകാരുടെയും മലമൂത്ര വിസർജനത്തിന്റെ അവശിഷ്ടങ്ങളെ അറപ്പില്ലാതെ അയൽവക്കത്തെ ബന്ധത്തെ മാനിച്ചുകൊണ്ട് പിണങ്ങാതെ സ്നേഹത്തിന്റെ ഇടപെടൽ മാത്രം ഇന്നേ വരെ നടത്തിയിട്ടുള്ള സ്നേഹത്തിന്റെ ചിരി മാത്രം ഞങ്ങൾക്ക് തന്നിട്ടുള്ള ആ മഹാന്റെ പുണ്യം ചെയ്ത കയ്യ് അതങ്ങ് മുത്തിയിട്ട് ആ കയ്യിൽ അങ്ങോട്ട് അമർത്തി പിടിച്ചിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അയൽവക്കത്തെ ബന്ധത്തെ കാത്തു സൂക്ഷിച്ചത് ഒരു പ്രബോധനമായിരുന്നു മഹാന്മാർക്ക്. ഈ രീതിയിലാണ് അയൽവാസിയോട് ചെയ്യുന്ന തെറ്റുകൾക്ക് വലിയ കടുപ്പമാണ്. അയൽവക്കത്തുനിന്ന് അതിര് തോണ്ട, അയൽവക്കത്തെ ആളുകളെ പ്രയാസപ്പെടുത്താം. പിന്നെ എങ്ങനെ ഈ അയൽവാസി നമ്മൾ മരിച്ച നല്ലത് പറയാം? അയൽവാസി നല്ലത് പറയണം. കറി വെച്ചാൽ പോലും അവനെ പോലും കരുതണം എന്നാ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ അത്രത്തോളം അവന് നമ്മുടെ ജീവിതത്തോട് വലിയ ബന്ധമുണ്ടെന്ന് ചുരുക്കം. ബനു ഇസ്രായേൽ സമൂഹത്തിലെ ഒരു സഹോദരി നല്ല ഇബാദത്തും നല്ല നിസ്കാരവും മറ്റു കർമ്മങ്ങളുമൊക്കെയായി വളരെയധികം ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു മഹ്ദിയായ പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണിന്റെ വീട്ടിൽ വളർത്തു കോഴികളിൽപ്പെട്ട ഒരു കോഴിയെ അയൽവാസിനിയായ മറ്റൊരു പെണ്ണ് മോഷ്ടിച്ചു കഴിഞ്ഞ് സ്വാഭാവികമാണ് അതിനെ അറുത്ത് കറി വെക്ക. അതൊക്കെ കഴിഞ്ഞു കോഴിയുടെ മാംസവുമെല്ലാം ശരീരത്തിന്റെ അകത്ത് ചെന്ന ശേഷം പടച്ച റബ്ബേ, മഹാനായ സയ്യിദുൽ ബക്കരി ആനത്തിൽ കുറിക്കുന്നത് കാണാം. ഈ അയൽവാസിനിയായ മോഷണം നടത്തിയ പെണ്ണിന്റെ മുഖത്ത് മുഴുവൻ അറുത്ത് കറി വെച്ച കോഴിയുടെ കളറുള്ള നിറമുള്ള അതേ നിറത്തിലുള്ള തൂവൽ ഇങ്ങനെ പപ്പും തൂവലും പൂടയും ഒക്കെ ഇങ്ങനെ മുളച്ചു വരാൻ തുടങ്ങി മുഖത്ത്. വല്ലാത്ത പ്രയാസം. ഒരുപാട് വൈദ്യന്മാരുടെ അടുത്ത് ചെന്നു. എല്ലാരും അത് പറിക്കും, പിന്നെ മുളയ്ക്കും. ഒരുപാട് ആലിമീങ്ങളെ കണ്ട് ദുആ ചെയ്യാൻ ചെന്നു. അവരും ദുആ ചെയ്യും, മാറാതെ വന്നു. അവസാനം ആരോ നിർദ്ദേശിച്ചു വഅജസു അൻ ഇസാലതിഹി അൻ വജ്ഹിഹാ ഫസഅലു അൻ ദാലിക ബഅദ ഉലമാഇഹിം ഫഖാലു ലാ യസൂലു ഹാദ الرجس ഇല്ലാ ബിദുആഇഹാ അലൈഹാ. അങ്ങനെ ഏതോ ഒരു പണ്ഡിതൻ പറഞ്ഞു, ഇതിന്റെ കാരണം ഇത് മോഷണത്തിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു അപകടമാണ്. വസ്തുത ചോദിച്ചു. പെണ്ണ് പറഞ്ഞു, ഞാനിങ്ങനെ മോഷ്ടിച്ചു, ഒരു കോഴിയെ മോഷ്ടിച്ച് അറുത്ത് കറി വെച്ചു. അത് അയൽവാസിനിയായ ആ ഇബാദത്തുള്ള സഹോദരിയുടേതായിരുന്നു. ആണോ? എന്നാൽ ഇതിന്റെ പരിഹാരം അവിടെ തന്നെ ഉള്ളൂ. ഇതിന്റെ പരിഹാരം അവിടെ തന്നെയുള്ള ആ സഹോദരിയെ പോയി കണ്ടിട്ട് പൊരുത്തപ്പെടിയിക്കണം. മാത്രവുമല്ല, ആ സഹോദരി നിങ്ങൾക്ക് എതിരെ ദുആ ചെയ്യണം. നിങ്ങൾക്കെതിരെ ദുആ ചെയ്യുമ്പോൾ ആ പവറുള്ള ദുആ, ഇബാദത്തുള്ള സഹോദരിയാണല്ലോ അയൽവാസിനി, അവരുടെ കോഴിയാണല്ലോ കട്ടത്. അപ്പൊ അവരുടെ ആ പവറുള്ള ദുആ അല്ലാഹുവിന്റെ അടുത്തേക്ക് നിങ്ങൾക്ക് ആപത്തിന് വേണ്ടിയിട്ട് അവർ ദുആ ഇറക്കണം. അപ്പൊ അങ്ങനൊരു ആപത്ത് ഈ വലിയ തെറ്റിന്റെ മറുവശത്ത് സൃഷ്ടിക്കുക അവരുടെ ദുആ കൊണ്ടാവുമ്പോ
അവരുടെ ദുആക്ക് പകരം ഇവിടെ നിങ്ങളുടെ ഭാവിയിൽ ഒരു ആപത്ത് സൃഷ്ടിക്കപ്പെടുമ്പോൾ, ആപത്ത് ഖളാഅക്കപ്പെടുമ്പോൾ, ആ ആപത്ത് ഈ തെറ്റിനേക്കാൾ അപ്പുറം കടന്നവരാണെങ്കിൽ ഈ തെറ്റിന്റെ ശിക്ഷയായി ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ തൂവലും പപ്പും പൂടയൊക്കെ നിങ്ങളുടെ മുഖത്തുനിന്ന് ഒഴിവായി കിട്ടും. അപ്പോൾ വലിയൊരു ആപത്തിനെ നിങ്ങളുടെ ഭാവിയിലേക്ക്, നിങ്ങളുടെ വേദനിപ്പിക്കപ്പെട്ട ആ അയൽവാസിനിയായ സഹോദരിയുടെ ദുആയിലൂടെ ഉണ്ടായാൽ മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. അങ്ങനെ ആ ഇസ്രായേലി സമൂഹത്തിലെ ഇബാദത്തുള്ള സഹോദരി, ആ കോഴിയുടെ ഉടമസ്ഥ, ഫലം തസൽ തതകററു ദാലിക ഹത്ത സഖത ജമീഉ റീശ്, എല്ലാ പൂടയും പറന്ന് പൊളിഞ്ഞ് താഴെ വീഴുന്നത് വരെ ആ ഇബാദത്തുള്ള സഹോദരി ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരുന്നു. ആ ദുആയിലൂടെ ആ കട്ട സഹോദരിക്ക് എന്തോ പ്രശ്നങ്ങൾ അല്ലാഹു ഖളാഅക്കി. അവിടം വരെ അയൽവാസിയുടെ കാര്യത്തിൽ അല്ലാഹു തആല ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത രീതികളാണ്, നയങ്ങളാണ് റബ്ബിൻ്റെത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ദുആ ചെയ്ത് പിന്നെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ഈ സഹോദരി ഒരാൾക്കെതിരെ ഒരു കേടായിട്ട് ദ്വാരക്ക എന്നതിന് ഈ അയൽവക്കത്തെ ബന്ധത്തിന്റെ പവിത്രതയെ മാനിച്ചുകൊണ്ട് ഇവിടെ അവർക്ക് അനുവാദം കൊടുത്തിരിക്കാം. അത് പിന്നീട് ആ സഹോദരി പൊരുത്തപ്പെട്ട് പടച്ചോനെ നീ ആ ആപത്ത് അവർക്ക് വരുത്തല്ല എന്ന് പറഞ്ഞ് തിരിച്ചു ദ്വാരുന്നതിനെ സംഗതി മാറി കിട്ടും. അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. എന്തായാലും ഇപ്പൊ മുഖത്ത് മുളച്ചു വന്നിരിക്കുന്ന പപ്പും തൂവലൊക്കെ പൊളിച്ചു കളയലാണ് ഇപ്പോൾ ഇവിടുത്തെ ആവശ്യം. അത് ഭംഗിയായി നിറവേറ്റി. അപ്പൊ നമുക്ക് ജീവിതത്തിൽ വലിയ ആവശ്യമായി നമ്മുടെ മരണാനന്തരം നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു തലമുറയെ നമുക്ക് വേണ്ടി നല്ലത് പറയുന്ന, സ്വമേധയാ നല്ലത് പറയുന്ന ബന്ധങ്ങളെ നമ്മുടെ മരണാനന്തരം നമുക്ക് ഉണ്ടാക്കി വെക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട് കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹു സ്വീകരിക്കാണല്ലോ. നമ്മൾ മരിച്ചാൽ നമ്മെ കുറിച്ച് നല്ലത് പറയുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവുക എന്നത് അള്ളാഹു വളരെയധികം പ്രാധാന്യത്തോടുകൂടെ രേഖപ്പെടുത്തിയ കാര്യമാണ്. റബ്ബ് അത് പരിഗണിക്കുന്ന കാര്യമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് നമ്മുടെ അറിവിലും നമ്മുടെ അമലിലും ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. പുതിയൊരു വിഷയവുമായി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംഗമിക്കാം. 3 സ്വലാത്ത് ചൊല്ലി ചെറിയൊരു ദുആയോടുകൂടെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ, മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, അബദ്ധ മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. യൂട്രസ്റ്റിൽ ക്യാൻസറിന്റെ ലക്ഷണമുള്ള ഒരു സഹോദരി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ഇവർക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ. അവരുടെ ടെസ്റ്റിന് അയച്ചിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നല്ല റിസൾട്ട്, സന്തോഷകരമായ ജീവിതം നീ അവർക്ക് നൽകണേ അല്ലാ. ആ കുടുംബത്തിന് സമാധാനം എത്തിക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ കുടുംബത്തിലും എല്ലാവിധ സമാധാനവും ഐശ്വര്യവും നീ പ്രദാനം ചെയ്യണേ അല്ലാ. നീ തന്നതിൽ മുഴുവനും ബറക്കത്ത് നൽകണേ അല്ലാ. തരാൻ ഉദ്ദേശിച്ചതിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ജീവിതത്തിൽ എല്ലാ നിലക്കുമുള്ള ഖൈറിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറുകൾ നീ സ്വർഗ്ഗതുല്യമാക്കണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സിഗാറ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.